സ്വാഗതം. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ. സുഖനിദ്രയിലാണ്. ഇവിടെ സോഫയിൽ കിടക്കുക. പാമ്പേഴ്സിൻ്റെ പരസ്യം പോലെ ഒരു കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്നത്, അപ്പോൾ അതേപോലെ കിടക്കുന്നതാ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം. തക്കുടു കുട്ട ഓ തക്കിന് മുത്തേ, കണ്ണിനു കണ്ണേ ചാഞ്ചാട്, എൻ മണിക്കുഞ്ഞിന്നമ്പിളി കിണ്ണം തെണ്ണ നിറച്ചേത്താ, എൻ മണിക്കുഞ്ഞിന്നമ്പിളി കിണ്ണം വെണ്ണ നിറച്ചേത്താ. ഹായ് ഡിയർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചാഞ്ചാടുണ്ണി ഉയ് ചേലോടുണ്ണി, ഉമ്മറത്തിന്നൽ ചാഞ്ചാട്. അപ്പം എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അരുൺ ഉറങ്ങിയോ? ഉറങ്ങി. അരുൺ ഇറങ്ങിയപ്പോൾ അവിടെ അവനെയും കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. അതാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് ഒരാളെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ നടുവൊന്ന് വെട്ടി. അത് ഞങ്ങൾ നാളേക്കാക്കി. നാളെ വെയിറ്റ് ഫോർ യു. അരുണിറങ്ങി. ഹായ്, നീ ദഹനൻ്റെ കൂടെ കൂടെ അയിഞ്ഞാടാൻ പോയതാണോ എന്നാണോ ഉദ്ദേശിച്ചേ? ചേട്ടായി വേണ്ടാട്ടോ, അത് നന്നില്ലാട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലാട്ടോ. ചേച്ചി ചേട്ടൻ ഇതൊന്നും പ്രശ്നമല്ല, എനിക്കിതൊന്നും പ്രശ്നമല്ല, കട്ടിൽ കിട്ടിയാൽ മതി, ഞാൻ ചാച്ചിക്കോളൂ എന്നുള്ള ഒരു മട്ടിലും ഭാവത്തിലുമാണ് പാവം നമ്മുടെ അരുണേട്ടന് കിടക്കുന്ന കിടപ്പ് കണ്ടോ. കലയെ വാരി തറയിലടിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. ഹായ് താ, ഐ എം ഫ്രം ബാലുശ്ശേരി. ഹായ് ഡിയർ. നോമ്പ് എടുക്കാറില്ലേ? അതൊന്നും ഇവിടെ പറയണ്ട. എടുത്തിക്കെന്ന് പറഞ്ഞാൽ അതിന് പറയും, എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതിന് പറയും. പിന്നെ എന്തിനാ നമ്മൾ പറയാൻ നിൽക്കണേ? ഫുഡ് കഴിച്ചോ? എന്നാ എൻ്റെ സ്ട്രെസ്സിൻ്റെ ഡ്രസ്സല്ല കേട്ടോ ഉദ്ദേശിച്ച്, ഡ്രസ്സിൻ്റെ കളറിൻ്റെ മുകളിലാണ് ഈ വൈറ്റ് കളർ ടൈപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് വായിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അതാണേ. എന്ത് പറ്റി അരുണിന്? ഇന്നലെ ഉത്സവപ്പറമ്പിലായിരുന്നു, ഉറങ്ങിയിട്ടില്ല. ഇന്ന് നേരത്തെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പോകാൻ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല. ഞങ്ങളിവിടെ പായൊക്കെ ഇട്ട് കുറേ സ്നാക്സൊക്കെ ഉണ്ടായും കഴിക്കാനും, ജ്യൂസൊക്കെ കഴിക്കാനുണ്ടായും. അതേപോലെ ആപ്പിള് നമ്മുടെ ഇതില്ലേ ഉപ്പിലിട്ട് കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് അവൻ അവിടെയും ഞങ്ങളിവിടെയും ആയിപ്പോയതാണ്. അതാണ് സംഭവം. ഫുഡ് കഴിച്ചു. ചേട്ടായിനെ ഒന്ന് ഉണർത്തുമോ? ചിലപ്പോൾ തള്ളക്കും വിളിക്കും, തന്തക്കും വിളിക്കും. നമുക്ക് എന്തിനാണത്? ഗസ്റ്റ് എവിടെ? ഗസ്റ്റിനെന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന് എൻ്റെ ഊര് ഉളക്കിപ്പോയി. പിന്നെ ഇവന്മാരുടെയൊക്കെ മൂടങ്ങ് പോയി. അപ്പോൾ പിന്നെ നാളെ രാവിലത്തേക്കാക്കി. നാളെ രാവിലെ ഒരു 1:30-1:45 എൻട്രിയോടുകൂടെ നമ്മുടെ ആള് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ
ചോദിച്ചേ, നീ എന്താ ഇനം? മനുഷ്യ വർഗീയതല്ലേ അത്രേ തൊലിക്കട്ടി. മനുഷ്യവർഗീയതകൾ പറയുന്നവരൊക്കെ തൊലിക്കട്ടികളുള്ളവരാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റുകുറ്റങ്ങളായിരിക്കുമെന്ന് നിങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. നിനക്ക് നോമ്പൊന്നുമില്ലേന്നാ. എനിക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇവിടെ റിലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു തല പറയും, ഇല്ല എന്ന് പറഞ്ഞാലോ അതിന് വേറൊരു തല പറയും. അതിനേക്കാളും നല്ല മൗനം മാത്രമാണ്. ജസ്ന ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്നായിരിക്കുമല്ലേ? ഓക്കേ ലതക്കുട്ടാ, നാളത്തേക്കാക്കി. ഞാനേ അവിടെ ഇരുന്ന പൂര എന്നും ഞെട്ടിപ്പോയി. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാനുള്ള എല്ലാവരുടെ മൂടും അങ്ങ് പോയി. എന്താ ഇന്ന് സ്പെഷ്യൽ? ഇന്ന് ഇവിടെ ഒരു നമ്മളെന്താ പറയുക, ഇറാൻ പോള പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെന്തായും ബ്രെഡ് പോക്കറ്റും പൊരിച്ച പപ്സും. ഇത്രയും സാധനങ്ങളാണ് ഇന്നിവിടെ ഉണ്ടായിരുന്നത്. ജ്യൂസും. മക്കൾ നോമ്പെടുക്കാറുണ്ടോ? ഉണ്ട്. മക്കൾ നോമ്പെടുക്കാറുണ്ട് കേട്ടോ. യെസ്, ഞങ്ങൾ സ്വാഗതം ചെയ്യും. താങ്ക് യു ലത ചേച്ചി. ലത ചേച്ചിക്ക് അറിയില്ലല്ലോ ആരാണ് വരുന്നതെന്ന്? അറിയില്ലല്ലോ അല്ലേ ചേച്ചി? ഐ ലവ് യു. ഓ ആയിക്കോട്ടെ. ആരാ ബാക്കിൽ കിടക്കുന്നത്? ആങ്ങളെയോ? ഹി തേ കിടക്കുന്ന തീം തെരീടത്തും. ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. പാവം, നല്ല ഉറക്കാം, നല്ല കൂർക്കം വലിയോടുകൂടെ ഉറക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നമ്മൾ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഇതിലോ എന്ന് പറയുന്നുണ്ടല്ലോ, പാമ്പ് എന്ന് പറഞ്ഞു നോക്കുക. എണീറ്റ് ഓടിയാലോ. ഇങ്ങനെ ഇവിടെ ഹാളിൻ്റെ അകത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഇതൊക്കെ വിരിച്ചിട്ട് കുറേ ആപ്പിളൊക്കെ ഉപ്പിലിട്ടും സ്നാക്സും ജ്യൂസും ഒക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവൻ അവിടെ ഓഫായിപ്പോയി. ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി വേറെയുണ്ട് കഴിക്കാനേ. അതാ ചിലരുടെ മറുപടിക്ക് അല്ല മെസ്സേജിന് മറുപടി തന്നാൽ ശരിയാവൂല. ഉറങ്ങിക്കോ ജസ്ന. 11 മണിയായില്ലേ? സമയം പോയത് അറിഞ്ഞതേ ഇല്ലടോ. ഇന്നിങ്ങനെ പടകണ്ടായും പൊട്ടിക്കാൻ. അത് പൂത്തിരിയും കമ്പിത്തിരിയും എന്നൊക്കെ പറഞ്ഞ് അതേ കുറേ പൊട്ടിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രൈവറ്റാക്കി ചേക്കാൻ മറന്നു വയ്ക്കി. അപ്പോൾ പടകം കുറേ പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഹാളിലോട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ കഥയും പറഞ്ഞ് ഇരുന്ന് പോയതാണ്. അപ്പം ഇങ്ങനൊരു സംഭവം ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോർമാലിറ്റികളൊക്കെ ചെയ്ത് തീർക്കാൻ എന്നോട് മറന്നുപോയി. അതുകൂടെ ഒന്ന് ചെയ്ത് തീർത്താട്ടെ. പെട്ടെന്ന് കഴിയുന്ന സംഭവമാണ്. വീഡിയോ അപ്ലോഡിങ്ങിന് കൊടുത്തിട്ട് കുറേ സമയമായി. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാണ്. അരുണിന് 1-2 വീഡിയോയിൽ അല്ലെ ഒരു ആഴ്ചയിൽ കൂടുതൽ അല്ലെ 10 ദിവസത്തിൽ കൂടുതൽ അരുണിനെ വീഡിയോയിൽ കണ്ടിട്ടില്ല വെച്ചാൽ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ അരുൺ എന്നെ ഉപേക്ഷിച്ചു പോയി, അരുൺ എന്നെ ഇട്ടേച്ചും പോയി, ഞങ്ങൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്നൊക്കെ പറയുന്ന ചില ലെവനുമാരോടുമായിട്ട് തേ കിടക്കുന്ന അരുണേട്ടെ. കണ്ടില്ലേ? സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ചെയ്യോ?
ജീവിതത്തിൽ ആവശ്യത്തിലധികം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ സിനിമയിലേക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാനും ഞാൻ ചെയ്യാനും പോണില്ല. മത്തിടും. കഴിച്ചതെല്ലാം കൂടി മേലോട്ടെടുക്കുന്നു ഗൈസ്. നോമ്പ് തുറന്നാൽ എന്ത് കഴിക്കും, എന്നിങ്ങനെ കഴിക്കുന്നൊന്നും ഒരു പിടുത്തവും ഇല്ലാണ്ട് നിൽക്കുന്ന മനുഷ്യന്മാരാണ് എല്ലാവരും. 444 ആൾക്കാരുണ്ട്. 17 ലൈക്ക് അടിച്ച്. നിങ്ങൾക്കൊക്കെ കുറവില്ലേ മക്കളെ? ലൈക്ക് അടിക്കാൻ കുറവ്. ജ്യൂസൊക്കെ കഴിഞ്ഞു പോയോ മോനെ? നമുക്ക് 2 ഗുളികയും കൂടി കുടിക്കാനുണ്ടായിരുന്നു. ഹായ്, ആരടാ ഡാ? മുറ്റത്തൂടി പോണാരാ? മുറ്റത്തൂടി ആരാ പോണെന്ന് നോക്ക്. ഹായ് 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 ഹായ്. അസ്സാണോ ഇത്താത്? ആരോടും പറയണ്ട. അല്ല, ചമ്മി പോയില്ലേ? നന്നായി അയക്കും. നായിനെയും കൂട്ടണം. അപ്പം അങ്ങനെയാണ്. ഹായ് ഹായ്. അയ്യോ, ഇത് മെസ്സേജ് വരാൻ കുറച്ചൊന്ന് ഇതായിട്ട് പിന്നെ ഒരൊറ്റ പോക്കാ. ഇതുവാടേ, എനിക്ക് ഈ കളറ് കോമ്പിനേഷൻ ഭയങ്കര വായിക്കാൻ ബുദ്ധിമുട്ട്. സലീമാണോ കിടക്കുന്നത്? നോ, അരുണാണ് കിടക്കുന്നത്. പറഞ്ഞില്ല. സലീമിൻ്റെ ഫോട്ടോ കാണിക്കുമോ? കാണിക്കാം. ജസ്റ്റ് ഞാൻ മക്കൾ 12 നോമ്പും എടുത്തോ? മോന് 12 എടുത്തിട്ടുണ്ട്, മോൾ എടുത്തിട്ടില്ല കേട്ടോ. മോൾക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സ്ത്രീകളായി മാറുന്ന കുട്ടികൾക്കും ചില നോമ്പുകളൊക്കെ ഒഴിവാകുന്ന രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അത്തരത്തിലുള്ള നോമ്പില്ലാത്ത നോമ്പുകളൊന്നും അവൾ എടുത്തിട്ടില്ല, അല്ലാത്തതൊക്കെ അവൾ എടുത്തിട്ടുണ്ട്. നോമ്പ് പിടിക്കുമോ? ഞാൻ നോമ്പ് പിടിച്ചിട്ടില്ല എന്നും പറയാൻ എനിക്ക് ഒഴിവില്ലാഞ്ഞിട്ടാ. അരുൺ നിൻ്റെ ആരാണ്? അരുൺ എൻ്റെ അരുണാണ്. അറിയില്ല? ദീ അരുൺ എൻ്റെ അരുണാണ്. ഐ ലവ് യു ഒക്കെ പറഞ്ഞാലേ മക്കളെ കാട്ടു. വെയിറ്റ് മാടു. കൊയിലാണ്ടി എവിടെയാ വീട്? കൊയിലാണ്ടി കുറുവങ്ങാട്. ചത്ത മീൻ കഴിച്ചാൽ എന്താ കുഴപ്പം? എന്നോട് ചോദിക്കണ്ട, ഉസ്താദുമാരോട് ചോദിക്ക്. എനിക്കറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ഉസ്താദുമാരോട് ചോദിച്ചത്. ജസ്റ്റ് ഞാൻ പുതുതായിട്ട് ആരാ വരുന്നത്? വെയിറ്റ് മാടൂ. ഇന്ന് 10 മണിക്ക് ആളെ സോഷ്യൽ മീഡിയൻ്റെ മുമ്പ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഊരെ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ആ വീഡിയോ എടുക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ കാര്യം ചെയ്യാനും ഒക്കെ മടിയായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നാളത്തേക്കാക്കാം, നാളെ നമുക്ക് രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടതിന് ശേഷമാണ് ആശാൻ ഇവിടെ ഓഫായിപ്പോയി, എൻ്റെ മകൻ അവിടെ ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ലൈവിൽ വന്നില്ലല്ലോ, അപ്പോൾ ലൈവിൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലൈവിൽ വന്നത്. ചിത്രം വരയ്ക്കുമോ? വരയ്ക്കാറുണ്ടല്ലോ ചേച്ചി. ബന്ധം എന്നാണ് ചോദിച്ചത്, പ്ലീസ് പറയൂ ചേച്ചി. ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്, എന്തിനാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോൾ ലൈവിൽ വരുന്ന സമയത്തും അരുൺ നിങ്ങളുടെ ആരാണ് എന്നുള്ള ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ നമുക്ക് പറയുന്നതിലൊക്കെ ഒരുപാട് എല്ലാവർക്കും മനസ്സിലാവും. അരുൺ എൻ്റെ ആരാ എന്ന് തംബ്ലൈന് കൊടുത്തിട്ടുള്ള, അരുൺ എൻ്റെ ഭർത്താവാണോ എന്നും പറഞ്ഞ് തംബ്ലൈന് കൊടുത്തിട്ടുള്ള 2-3 വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എടുത്ത് കാണൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവൻ ആരാണ്, ഞാൻ ആരാണ്, ഇവൻ എന്താണ് ഇവിടെ എന്നുള്ള ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഫ്രണ്ട് അല്ല കേട്ടോ. സലീം എവിടെ? സലീം അങ്ങ് ദുബായിൽ.
ഹസ്ബൻഡാണോ ചേച്ചി? എൻ്റെ പൊന്നുമക്കളെ, അതൊന്ന് നിങ്ങൾ കാണൂ, അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ഉണങ്ങാനിട്ട മീൻ. എൻ്റെ മാമനോ? എൻ്റെ മാമനെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോടാ നാറി? പോടപ്പ, പോയി ഉറങ്ങടി. ഞാൻ എപ്പോൾ ഉറങ്ങണം, ഞാൻ എപ്പോൾ ഉണരണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, നീ അല്ല. ഓ, സ്ക്രീനിൽ ഇങ്ങനെ സ്പീഡിൽ പോകണം, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലടി. ഒത്തിരി മെസ്സേജ് പോകുന്നുണ്ട്. 745 ആൾക്കാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൽ പകുതി മുക്കാൽ ആൾക്കാരും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇട്ട ഡ്രസ്സ് ഒരു ഓറഞ്ച് കളറിൽ വൈറ്റ് കളർ ഡോട്ട് വരുന്നത് കൊണ്ട് അതേപോലെ ചെറിയൊരു ഡോട്ട് പോലെയാണ് എനിക്കിവിടെയും തോന്നുന്നത്. എന്നിട്ട് വായിക്കാൻ വളരെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ വായിക്കാറുണ്ട്. നീ പുലിയാണ്. പുലിയാണ്. എന്താ ഇവൾക്ക് ഹസ്ബൻഡ് ഉണ്ടോ? സലീം ഡിവോഴ്സ് ആയോ? ഇതിനൊക്കെ അങ്ങനെ ഒരു മുട്ട് കൊടുക്കണം. ഇവൾക്ക് ഹസ്ബൻഡ് ഉണ്ടോ? ടും 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 ടും. ഇവൾ ഡിവോഴ്സ് ആയതാണോ? ടും. അതൊക്കെ ആ ഒരു പഞ്ച് വരുള്ളൂ. മക്കൾ സുറങ്ങിയോ? ഇല്ല, ഒരു മക്കൾസ് ഇതേ ഏകദേശം ഇവിടെ കിടക്കുന്നുണ്ട് ഒരു മക്കൾസ്. ഇങ്ങനെ കാണിച്ചാൽ അവൻ്റെ മുഖം കാണും, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതാ. ചേച്ചി, ഹസ്ബൻഡ് എവിടെയാണ്? എന്ത് ജോലിയാണ്? മക്കൾ എന്ത് പേരുണ്ട്? എത്ര പേരുണ്ട് എന്നായിരിക്കുമല്ലേ? മക്കൾ എനിക്ക് 2 പേരാണുള്ളത്. അയ്യോ തട്ടിപ്പോയ. മക്കൾ എനിക്ക് 2 പേരാണുള്ളത്. ലെൻഷാനും ലെനിഷ്കയാണ്. അവർ 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്നു. കണ്ണൻ്റെ പടം വരയ്ക്കുന്ന ജസ്നയാണോ? അതെ. ഹായ്. മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ? എൻ്റെ അച്ചാച്ചനോട് പോയി ചോദിക്കട്ടാ, മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോയെന്ന്. മക്കൾ മദ്രസയിൽ പോകുന്നുണ്ടോ? അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മക്കൾ മദ്രസയിൽ പോകില്ലടോ. എൻ്റെ മോന് 1ാം ക്ലാസ് പോയിട്ട് 2ൽ വരെ എത്തിയിട്ടുണ്ടായി. 2ലെത്തിയ സമയത്താണ് ഒരു 1.5 ഉസ്താദ് അവിടെ ലാൻഡായതും. ഉസ്താദ് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ ഉസ്താദ് കുട്ടിയെ ഉപദ്രവിക്കൽ തുടങ്ങുകയും ചെയ്തതിന് ശേഷം മക്കൾ 2 പേരും മദ്രസയിൽ പോയിട്ടില്ല കേട്ടോ. അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ പള്ളിയിൽ നിന്ന് ഒരു മുല്യാരെ വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മതപരമായിട്ടുള്ള അത്യാവശ്യ ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം അവർ പോകാറൊന്നുമില്ല. സ്കൂളിൽ നിന്ന് അറബി പഠിക്കുന്നുണ്ട്. ചേട്ടൻ്റെ നെഞ്ചിൽ കുത്തിയ കണ്ണ് ആരുടെ ആണ്? അതാരുടേതോ എനിക്കറിയില്ല. എനിക്കറിഞ്ഞൂടാ ആരുടേതാന്ന്. നിൻ്റെ കെട്ടിയോനാണോ കിടക്കുന്നേ? ആണോ? എൻ്റെ മാമനാ. ഈ ലൈവ് കമൻറ്റ് എന്താ ഇങ്ങനെയെന്നോ? ഈ ലൈവിൽ കമൻ്റ് എന്താ എങ്ങനെ കുട്ടിയെ? 1110 ആൾക്കാർ കാണുന്നുണ്ട്. ചേച്ചി, മക്കളും ഉപ്പയും വാപ്പിയും എല്ലാവരും കൂടി ഒന്നിച്ചു അല്ലേ താമസം? അല്ല, എൻ്റെ വാപ്പയും ഉമ്മയും ഞാൻ അവർക്ക് പുതുതായിട്ട് ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിലാണ് താമസം. മക്കൾ ഇന്ന് വരെ അവിടെ ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകേണ്ടിയിട്ട് മക്കൾ ഇങ്ങ് പോകുന്നതാണ്. ഇവിടെ ഞാനും അരുണുമായിരുന്നു ഉള്ളത്. ചിത്രം വരയ്ക്കുന്ന പഠിക്കുന്ന ഒരു സ്കൂൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ തിരൂർ വന്നില്ലേ? വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2020 അങ്ങാണ്ടാന്ന് തോന്നുന്നു. കൊറോണ വരുന്നതിൻ്റെ കുറച്ച് മുമ്പാന്ന് തോന്നുന്നു.
ഞാൻ വന്നതിന് ശേഷമാണോ എപ്പോഴോ ഒന്നിനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, വർഷം എനിക്കറിയില്ല. അരുൺ ഫാമിലി എവിടെയാണ്? അരുൺ ഫാമിലി ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ പരിധിയിലാണ് അവൻ്റെ വീട് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പേര് സെലീനയാണ്. ഓക്കെ സെലീന, ഇഷ്ടപ്പെടുന്നു എന്ന് കേട്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എന്താ സ്പെഷ്യലിത്ത? പ്രത്യേകിച്ചൊന്നുമില്ലടോ. വയസ്സായില്ലേ? വയസ്സായി, എന്താക്കാനാ. എൻ്റെ വീട് ചാവക്കാട്. എനിക്കിഷ്ടമാണ്. സെലീന എൻ്റെ പേര്. ഓ ആയിക്കോട്ടെ, ഞാൻ വായിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഭർത്താവാണോ? ഒക്കത്തിനും മറുപടി ഞാൻ എല്ലാത്തിനും വീഡിയോ പോസ്റ്റ് ചെയ്ത് അതൊന്ന് നോക്ക് ബ്രദറെ. അതല്ലേ കുറച്ചുകൂടി നല്ലത്. നമ്മളിപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക, പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു നിന്ന് പോവും. ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർ കേട്ടു പോവുകയും ചെയ്യുമല്ലോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്, 872 ആൾക്കാർ ലൈവ് കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, മൈ റിക്വസ്റ്റ്. അവൻ കഞ്ചാവ് വലിച്ച് കിറുങ്ങി കിടക്കുകയാണ് ആണോ? ഹിഹിഹി. ആണെങ്കിൽ ഇപ്പം എന്താ, എൻ്റെ വീട്ടിലല്ലല്ലോ, എൻ്റെ വീട്ടിലും അല്ല, എൻ്റെ കാരണം എൻ്റെ മക്കളും അല്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ സോഫയിൽ അവൻ്റെ സൗകര്യത്തിൽ കിടക്കുന്നു. അത് നീ നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് കഞ്ചാവായി വേറെന്തെങ്കിലുമായി, അത് നീ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്കൂ ബ്രദർ. അരുണിന് നല്ല ഓർമ്മയുണ്ടല്ലോ. കളർ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു. 976 ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ. കഞ്ചാവ് വലിക്കാൻ നല്ല അവൻ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ, കഞ്ചാവ് അടിച്ചിട്ടോ കള്ളു കുടിച്ചിട്ടോ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ. നിങ്ങൾ ആരുടെ വീട്ടിലേക്കും അല്ല അവൻ വരുന്നത്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്താ മക്കളെ കുരു പൊട്ടുന്നതെന്നറിയോ? അവനവിടെ സുഖനിദ്ര, അവിടെ കിടന്നോട്ടെ, പാവുണ്ടാവും. ജോലിക്ക് പോകുന്നതാ. രാവിലെ പുലർച്ചെ ഒരു 5-5:30 ആകുമ്പം വണ്ടി പോയിട്ട് 10-10:30 ആകുമ്പോഴാണ് തിരിച്ച് കയറി വരിക. 3 ട്രിപ്പാണ് എടുക്കുന്നത്. അതിൽ ചില സമയത്ത് ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവും, ചില സമയത്ത് ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവാറില്ല. ശരിക്കും വെള്ളം കുടിച്ചിട്ടാണ് അവരൊക്കെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അത്രയും ടയേർഡായി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ കുടിച്ചിട്ടുണ്ടോ വലിച്ചിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാതെ അവർക്ക് കിടക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ റെഡിയാക്കി കൊടുക്കുക. അതാണ് വീട്ടുകാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബറാണ്, താങ്ക് യു. എന്ത് പറ്റിയിട്ടാ മണി? അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, 1067 ആൾക്കാർ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1067 ആളെന്ന് പറയുന്നത് ഒരു നിസ്സാര എണ്ണൊന്നും അല്ലാന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാവുന്നതാണ്. 80 ലൈക്കേ കിട്ടിയിട്ടുള്ളതാനും. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നേ എനിക്കൊരു സന്തോഷമാകുമായിരുന്നു. പറ്റിയെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീടാണോ? അതെ, എൻ്റെ വീടാണ്. ഹസ്ബൻഡാണോ? അല്ല. ചേച്ചി നല്ല ഓടോ. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യരുത്. എന്തിനാ പെണ്ണെ? ഞാൻ ആരെയും ശല്യം ചെയ്തിട്ടില്ലല്ലോ. മാമ അവിടെ കുത്തിരിന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. മാമ ഞാൻ പറയുന്ന പോലും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആടെ വീണ് കിട്ടിയാൽ പിന്നെ ഭൂമി കുലുങ്ങുന്നുണ്ട്. മറ്റേ CID മൂസലുണ്ടല്ലോ,
സാറേ ബിൽഡിങ്ങിന് ആരോ ബോംബ് വെച്ചിരിക്കുന്നു. അതുവരെ വിളിച്ചു പറഞ്ഞാൽ അനങ്ങൂല. പക്ഷേ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയത്ത് കറക്റ്റ് 4 മണിയായാലും 4:30 ആയാലും 5 മണിയായാലും എണീച്ചോളും. അന്നപ്പം ഇങ്ങനെയൊന്നല്ല, അന്നപ്പോൾ ഒരു സട്ടുക്കുടഞ്ഞ് എഴുന്നേൽക്കാനുണ്ട്. അതാണ്ട മാമനോ മാമിയോ ഒന്നും ചെയ്യാറില്ല. ഞങ്ങളുടെ പറയപ്പെക്കട്ടെ അരുണേട്ടൻ അങ്ങനെ ലൈറ്റ് ഇട്ട് അരുണിനിൽ കിടന്നുറങ്ങണേ ലൈറ്റ് ഇടണം. അവൻ ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങും. അത് നിങ്ങളുടെ ഒരു സൗകര്യമാണല്ലോന്നോ വാട്ടവർ. എന്തായാലും ഒരു 20 മിനിറ്റ് ലൈവിൽ വരണമെന്ന് വിചാരിച്ചതായിരുന്നു. അത് 25 മിനിറ്റ് കഴിഞ്ഞു. 30 മിനിറ്റ് ആയാൽ ഞാൻ പോകും കേട്ടോ. അരമണിക്കൂർ സമയം ഞാൻ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. കൂട്ടത്തിൽ ഉറങ്ങുന്ന അരുണേട്ടനോടൊപ്പം ജസ്ന സിലി. എങ്ങനെയുണ്ട്? വേറെ രസം എന്താണെന്നറിയോ? ഇവന് ഒരു 2-3 വീഡിയോസിൻ്റെ അകത്ത് അടുപ്പിച്ച് കണ്ടിട്ടില്ല വെച്ചാൽ അടുത്ത ഡയലോഗ് എന്താണെന്നറിയോ? അരുൺ എന്നെ ഉപേക്ഷിച്ചു പോയി, അരുണ് ജസ്നയും വേർപിരിഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ള പരിദൂഷണങ്ങളാണ് അടിച്ചിറക്കുക. കാരണം അയ്യോ മാമ തിരിയല്ലേ, ഫേസ് ഇങ്ങോട്ട് തരുമോ മാമു? ഡോ കുറച്ചുകൂടി ഇങ്ങോട്ട്. ഞാനിന്ന് നിന്നെ വിട്ട് ജീവിക്കുക. അങ്ങ് തിരിഞ്ഞാളാൻ പുറപ്പെട്ടതാ. അപ്പം എന്നിട്ട് അടിച്ച് പിരിഞ്ച് പോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ലെമന്മാരും മെസ്സേജ് അയക്കും. നമ്മളതൊന്നും നോക്കൂല. 2-3 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു കണ്ടൻ്റാ, ദേ അരുണേട്ടനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ്. ഡ്രസ്സൊക്കെ എടുത്തോന്നും ഡ്രസ്സൊക്കെ എടുത്തത് കണ്ടു. ഓക്കെ, അത് മോൻ്റെ പിറന്നാളുണ്ടായിരുന്നു. പിറന്നാൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിറന്നാളിനേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ പെരുന്നാളിനെ കൂടിയുള്ള ഡ്രസ്സ് എടുത്തു. 2 പോക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പോക്കിൻ്റെ മുകളിൽ ഒക്കെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഗോൾഡ് കളക്ഷൻ കാണിക്കുമോ? ഞാൻ ഗോൾഡ് കളക്ഷൻ കാണിച്ചതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് മുമ്പോട്ട്, കുറച്ചുകൂടി ഒരു 2-3 മാസം കഴിയട്ടെ, രണ്ടാമത് ഗോൾഡിൻ്റെ കളക്ഷനൊക്കെ കാണിച്ചു തരാം കേട്ടോ. സലീം ഉപേക്ഷിച്ചല്ലോ, പിന്നെ എന്താ സലീമിൻ്റെ പേര് പറയുന്നത്? ജസ്ന അരുണ് എന്നല്ലേ പറയേണ്ടത്? അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ. ഞാൻ ചിലപ്പം ജസ്ന സലീം എന്ന് പറയും, ചിലപ്പോൾ ജസ്ന അരുൺ എന്ന് പറയും, ചിലപ്പോൾ ജസ്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയും. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. എൻ്റെ പേര്, എൻ്റെ സ്വാതന്ത്ര്യം. അതിൽ നിങ്ങൾക്ക് ആർക്കും കൈകടത്താൻ ഒരു റൈറ്റും ഇല്ല. ഒരു കിസ് തരുമോ? ഇങ്ങനെ ലൈവിലൊക്കെ ചോദിച്ചാൽ കിട്ടും, നേരിട്ട് ചോദിച്ചാൽ ടപ്പോ അതും കിട്ടും. അപ്പം അങ്ങനെയാണ്. എന്താ ചേച്ചിയുടെ കാലിൽ എന്തോ എഴുതിക്ക്. അരുൺ എന്തു പറ്റിയതാ ജസ്ന? ഒന്നും പറ്റിയിട്ടില്ല. ഇന്നലെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉത്സവത്തിന് പോയിട്ട് വീട്ടിൽ തിരിച്ച് 5 മണിക്കോ 5:30 എത്തിയത്. അപ്പോൾ ആ ഉറക്കിൻ്റെ ക്ഷീണമായിട്ട് വന്നതാണ്. അപ്പം നോമ്പ് തുറന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വട്ടം കൂടി നിന്ന് കുറച്ച് ഫ്രൂട്ട്സും മറ്റേ ജ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിച്ചപ്പോൾ ഇവിടെ തന്നെ മോൻ പായിട്ട് തന്നു. അപ്പോൾ ഓൻ പറഞ്ഞ് സോഫൻ്റെ മുകളിൽ കിടക്കാന്ന് പറഞ്ഞു. ഓൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. ഞങ്ങളിവിടെ ഇതൊക്കെ തിന്നിങ്ങാൻ ശ്വാസം വിടാൻ ഒഴിവില്ലാതെ ഇങ്ങനെ ഒരു വീർപ്പ് മുട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ലൈവിൽ വരട്ടെ. ടൈം ഇപ്പോൾ ഒരുപാടായി എന്നുള്ളത് ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ സമയം 11:30 ആയി. പിള്ളേർക്കൊക്കെ
നാളെ സ്കൂളിൽ പോകാനുള്ളതാണ്, പുലർച്ചെ എണീറ്റ് നോമ്പ് വിൽക്കാനുള്ളതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരോടും മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. നാളെ ഞാൻ വേറെ ലൈവിൽ വരുന്നതാണ്. അപ്പോൾ അതുവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം പറയാൻ പോവുകയാണ്. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാണ്. നോമ്പ് നോൽക്കുന്നോലും നോൽക്കാത്തോലും എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി പറയാണ്, മെസ്സേജ് അയച്ചോൾക്കും ലൈക്ക് തന്നോൾക്കും ഒക്കെ ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ഞാനും ഉറങ്ങുന്ന അരുണേട്ടനും. നമ്മുടെ ന്യൂസിൽ പറയല്ലേ, ഉറങ്ങുന്ന അരുണേട്ടനോടൊപ്പം ജസ്ന സലീം. ബൈ. ടാറ്റാ.